കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ അലോഹങ്ങൾ എന്നുള്ള പാഠഭാഗം നോൺ മെറ്റൽസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓക്സിജനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്സിജൻ സാധാരണ പ്രാണവായു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ കാണപ്പെടുന്നത് O2 തന്മാത്രയായിട്ടാണ്. 2 ഓക്സിജൻ ആറ്റം കൂടിയിട്ടുള്ള O2 തന്മാത്രയായിട്ടാണ് സാധാരണ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കാണപ്പെടുന്നത്. ഓക്സിജൻ അടങ്ങിയ പല സംയുക്തങ്ങളും നിങ്ങൾക്കറിയാം. ജലം, ഗ്ലൂക്കോസ് തുടങ്ങിയവ. ഇനി പ്രകൃതിയിൽ ഓക്സിജൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന എലമെൻ്റാണ് മൂലകമാണ് ഓക്സിജൻ. പാറകളിലും മണ്ണിലും ധാരാളം ഓക്സിജൻ സംയുക്തങ്ങൾ ഉണ്ട്. അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലോ സംയുക്ത രൂപത്തിലോ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിൽ ഓക്സിജൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണെന്ന് ബോധ്യമായെന്ന് കരുതുന്നു. ഇനി ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണെന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. 1774 ജോസഫ് പ്രീസ്റ്റ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ഇനി പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. അതായത് ഏതൊക്കെ പദാർത്ഥങ്ങൾ ചേർന്നാണ് ഓക്സിജൻ നിർമ്മിക്കുന്നതെന്ന് ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. കറുപ്പ് നിറത്തിലുള്ള തിളങ്ങുന്ന ക്രിസ്റ്റലുകളാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ഒരു ഡ്രൈ ആയ ഈർപ്പമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുന്നു. ടെസ്റ്റ് ട്യൂബ് നന്നായി ചൂടാക്കുക. ചൂടാക്കി കുറച്ച് സമയം കഴിയുമ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് ഒരു വാതകം പുറത്തു വരുന്നു. ഇനി പുറത്തു വരുന്ന വാതകം കത്താൻ സഹായിക്കുന്ന വാതകമാണോ അല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാം. അതിനായി ഒരു ഗ്ലോയിങ് സ്പ്ലിൻഡർ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ കഷ്ണം കത്തിച്ച് നന്നായി കെടുത്തിയതിന് ശേഷം ടെസ്റ്റ് ട്യൂബിനുള്ളിലേക്ക് കാണിക്കുക. ടെസ്റ്റ് ട്യൂബിനുള്ളിൽ വെച്ച് കെടുത്തിയ ഭാഗം വളരെ ഭംഗിയോടുകൂടി കത്തുന്നത് കാണാം. അപ്പോൾ ഇതിനർത്ഥം പുറത്തു വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പരീക്ഷണം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുക എന്ന് പറയുമ്പോൾ താപം സ്വീകരിക്കുന്നു, അബ്സോർബ് ഹീറ്റ്. താപം സ്വീകരിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് K2MnO4. K2MnO4 എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റ്. അതുപോലെ MnO2 എന്ന് പറയുമ്പോൾ മാംഗനീസ് ഡയോക്സൈഡ്. ഈ 2 പദാർത്ഥങ്ങൾ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ആ ടെസ്റ്റ് ട്യൂബിൽ അവശേഷിച്ചിരുന്നു. അതിൽ നിന്ന് പുറത്തു പോയത് ഏതാണ്? ഓക്സിജൻ വാതകമാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു പോയതാണ് ഓക്സിജൻ വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്ത് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജൻ ഗ്യാസും ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ എക്സാമ്പിളിൽ ഈ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വിഘടനം. ഇപ്പോൾ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു കോമ്പൗണ്ട്, when a compound is decomposed into 2 or more compounds, ഒരു സംയുക്തം 2ഓ അതിലധികമോ സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് ഡീകമ്പോസിഷൻ അഥവാ വിഘടനം. അപ്പോൾ ആശയം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുമ്പ് 2-3 ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ന് ചർച്ച ചെയ്യുന്നതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ഒരു കോമ്പൗണ്ട് വിഘടിച്ച് 2ഓ അതിലധികമോ കോമ്പൗണ്ട് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഡീകമ്പോസിഷൻ.
അപ്പോൾ 1-2 ഉദാഹരണങ്ങളും കൂടെ നോക്കുക. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടിച്ചിട്ട് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡൈഓക്സൈഡും ഓക്സിജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ H2O2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ വാട്ടറും ഓക്സിജനും ഉണ്ടാകുന്നു, ജലവും ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ജലവും ഓക്സിജനുമായുള്ള പ്രവർത്തനം ഏതിന് ഉദാഹരണമാണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടനത്തിന് ഉദാഹരണമാണ്. പിന്നെ അടുത്തത് NaCl, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് വൈദ്യുതി കടത്തിവിടുമ്പോൾ സോഡിയവും ക്ലോറിനുമായിട്ട് വിഘടിക്കുന്നു. അപ്പോൾ അതും ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടനത്തിന് ഉദാഹരണമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ വാതകത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഓക്സിജന് നിറമില്ല, അതുപോലെ മണമില്ലാത്ത വാതകമാണ് ഓക്സിജൻ. പിന്നെ അതിൻ്റെ സോലബിലിറ്റി, ഇറ്റ് ഈസ് ഈസിലി സോലുബിൾ ഇൻ വാട്ടർ, ജലത്തിന് വളരെ വേഗത്തിൽ ലയിക്കുന്നു. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഫോർ ബേണിംഗ്, ജ്വലന സഹായിയാണ് അല്ലെ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് നമുക്ക് പരീക്ഷണത്തിൽ നിന്ന് വ്യക്തമായി. സോ നെക്സ്റ്റ് ടോപ്പിക് കമ്പസ്റ്റൻ അഥവാ ജ്വലനം. ബേണിംഗ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഓക്സിജൻ ഈസ് കോൾഡ് കമ്പസ്റ്റൻ. അതായത് ഒരു പദാർത്ഥം ഓക്സിജനിൽ കത്തുന്ന പ്രവർത്തനമാണ് ജ്വലനം. അപ്പോൾ നമ്മൾ മുൻപത്തെ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായി ഓക്സിജൻ ഹെൽപ്സ് ഫോർ ബേണിംഗ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് നോക്കാം സൾഫർ കത്തിക്കുകയാണ് വിചാരിച്ചത്. അപ്പോൾ സൾഫർ കത്തിക്കുക എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? സൾഫർ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ജ്വലനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കത്തുക എന്ന് പറയുമ്പോൾ ഏതൊരു സബ്സ്റ്റൻസിന് ഏതൊരു പദാർത്ഥത്തിൻ്റെയും ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ സൾഫർ കത്തിക്കുമ്പോൾ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥമാണ് സൾഫർ ഡയോക്സൈഡ്. അതുപോലെ കാർബൺ കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. അതുപോലെ ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ജലമുണ്ടാകുന്നു. അതായത് ഓക്സിജൻ നോൺ മെറ്റൽസ് അലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ലോഹങ്ങളുടെ ഇപ്പോൾ അലുമിനിയം അതുപോലെ ഇരുമ്പ് അങ്ങനെ ലോഹങ്ങളുടെയൊക്കെ കുറേ കാലം കഴിയുമ്പോൾ തിളക്കം നഷ്ടപ്പെടും. അപ്പോൾ അതിനുള്ള കാരണം എന്താ? അവ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്. ഇനി ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നോക്കും. ഒന്നാമത്തെ ജ്വലനത്തിന് ഫോർ കമ്പസ്റ്റൻ. രണ്ടാമത്തെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി. മൂന്നാമത്തെ കൃത്രിമ ശ്വസനത്തിന് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. മൂന്നാമത്തെ സ്റ്റീൽ നിർമ്മാണത്തിന് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽസ്. നെക്സ്റ്റ് ടോപ്പിക് ഓസോൺ. ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ്. 3 ഓക്സിജൻ ആറ്റം കൂടിച്ചേർന്ന തന്മാത്രയാണ് ഓസോൺ അഥവാ O3. ഇനി സാധാരണ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഓസോൺ സാധാരണ കാണപ്പെടുന്നത് O3 എന്നുള്ള തന്മാത്രകൾ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ വിവിധ ലെയറുകൾ അറിയാമെന്നിരിക്കും. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മിസോസ്ഫിയർ എന്നിങ്ങനെ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്നുള്ള ലെയറിലാണ് സാധാരണ ഓക്സിജൻ തന്മാത്രകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ തന്മാത്രകൾ അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് എത്തിക്കാതെ ഭൂമിയിലേക്ക് എത്തുന്നത് തടഞ്ഞു നിർത്തുന്നുള്ള ഒരു കവചമായിട്ടാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു കവചമായിട്ടാണ് ഓക്സിജൻ തന്മാത്രകൾ അല്ലെങ്കിൽ ഓസോൺ ലെയർ പ്രവർത്തിക്കുന്നത്. ഇനി ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ തന്മാത്രകൾ UV റേഡിയേഷൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് രശ്മികളെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളിലെ ഊർജം കൂടിയ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് അല്ലെങ്കിൽ സ്വീകരിച്ച് ഓക്സിജൻ ആറ്റങ്ങളായി വിഘടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓക്സിജൻ തന്മാത്ര ഓക്സിജൻ ആറ്റമായിട്ട് വിഘടിക്കപ്പെടുന്നു. ഇനി ഓക്സിജൻ തന്മാത്ര അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ തന്മാത്രകൾ ഇങ്ങനെ വിഘടിക്കപ്പെട്ടതിൽ നിന്ന് ഒരു ഓക്സിജൻ ആറ്റവുമായി പ്രവർത്തിച്ച് ഓസോൺ തന്മാത്ര ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറയാം. അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്മാത്ര ഊർജം കൂടിയ അൾട്രാവയലറ്റ് രശ്മികളെ സ്വീകരിച്ച് ഓക്സിജൻ ആറ്റമായി വിഘടിക്കുന്നു. ഈ ഓക്സിജൻ ആറ്റം ഓക്സിജൻ തന്മാത്രയുമായി കൂടിച്ചേർന്ന് ഓസോൺ തന്മാത്ര ഉണ്ടാകുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഓസോൺ തന്മാത്ര ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് രശ്മികളെ സ്വീകരിച്ച് തിരിച്ച് വിഘടിക്കുന്നു. തിരിച്ചെന്തായിട്ട് മാറുന്നു? ഓക്സിജൻ ആറ്റവുമായിട്ട് വിഘടിക്കപ്പെടുന്നു. അപ്പോൾ അതായത് ഓക്സിജനിൽ നിന്ന് ഓസോൺ ഉണ്ടാകുന്ന പ്രവർത്തനവും ഓസോണിൽ നിന്ന് തിരിച്ച് ഓക്സിജനായി മാറുന്ന പ്രവർത്തനവും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഈ പ്രവർത്തനം തുടർച്ചയായി നടക്കുന്നത് കൊണ്ട് അന്തരീക്ഷത്തിലുള്ള ഓസോണിൻ്റെ അളവിൽ കുറവുണ്ടാവുന്നില്ല. അന്തരീക്ഷത്തിലുള്ള ഓസോൺ ലെയറിലുള്ള ഓസോൺ തന്മാത്രയുടെ ഗാഢത അല്ലെങ്കിൽ അതിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഈ ഓസോൺ ലെയറിന് ഏതെങ്കിലും സാധ്യതകൾ, ഏതെങ്കിലും ഘടകങ്ങൾ കൊണ്ട് ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ലെയർ നശിക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ കാരണമായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി ചർച്ച ചെയ്യാം. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് സാധാരണയായി ഓസോൺ തന്മാത്ര കാണപ്പെടുന്നത്, അഥവാ O3. ഓസോൺ തന്മാത്രയ്ക്ക് വിള്ളലുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് AC, അതുപോലെ റെഫ്രിജറേറ്റർ, സ്പ്രേ എന്നിവയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകൾ. ഇവയിൽ നിന്ന് പുറത്തു വരുന്ന ക്ലോറിൻ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുകയും O3 തന്മാത്രയുമായി കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതിൻ്റെ ഫലമായി O3 തന്മാത്ര ഓസോൺ തന്മാത്ര വിഘടിച്ച് ഓക്സിജൻ തന്മാത്രയായി മാറുന്നു. ഇതിൻ്റെ ഫലമായി സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ തന്മാത്രയുടെ അളവ് കുറയുന്നു. ഓസോൺ തന്മാത്രയുടെ എണ്ണം കുറയുന്നതിനാൽ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാവാൻ ഇത് കാരണമാകുന്നു. അങ്ങനെ ഓസോൺ പാളിക്ക് വിള്ളലും അല്ലെങ്കിൽ ഓസോൺ പാളിക്ക് ദ്വാരവും ഓസോൺ ഹോളും ഉണ്ടാവാൻ ഉള്ള സാധ്യത കൂടുന്നു. ഓസോൺ ലെയർ ഡിപ്ലീഷൻ. Ozone is basically an allotrope of oxygen which has 3 atoms of oxygen. ഓക്സിജൻ്റെ ഒരു രൂപാന്തരത്വമാണ് ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഓസോൺ. Ozone is formed in 2 layers of the atmosphere, in the troposphere, bad ozone, and in the stratosphere, good ozone. സാധാരണയായിട്ട് ഓസോൺ ലെയർ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. The ozone layer in the stratosphere protects the earth from harmful radiations of the sun. സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ റേഡിയേഷൻസ്, അതായത് ദോഷകരമായ വികിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നത് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയറാണ്, ഓസോൺ പാളിയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഫോംസ് ഓൺ ദി എർത്ത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഇതൊരു പ്രധാന ഘടകമാണ്. Pollutants like CFCs, oxides of nitrogen and hydrocarbons cause the depletion of ozone layer. ക്ലോറോഫ്ലൂറോ കാർബണുകളും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ തുടങ്ങിയ ഘടകങ്ങൾ, നൈട്രജൻ്റെ ഓക്സൈഡുകൾ, അതുപോലെ ഹൈഡ്രോ കാർബണുകൾ ഇവയെല്ലാം ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നു. സാധാരണ ഫ്ലൂറോ കാർബൺ പുറന്തള്ളപ്പെടുന്നത് AC, അതുപോലെ റെഫ്രിജറേറ്ററുകൾ, സ്പ്രേ, അതുപോലെ കീടനാശിനികൾ ഇവയിൽ നിന്നൊക്കെയാണ് ഫ്ലൂറോ കാർബണുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നത്. ദിസ് ഫിനോമിന ഓഫ് ഗ്രാജുവൽ ഡിപ്ലീഷൻ ഓഫ് ദ പ്രൊട്ടക്റ്റീവ് ഓസോൺ ലെയർ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് ടേംഡ് ആസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പോൾ ക്രമേണ ഓസോൺ ലെയറിന് വിള്ളൽ, അതുപോലെ ക്രാക്ക് അല്ലെങ്കിൽ ദ്വാരം ഉണ്ടാകുന്നതാണ് ഓസോൺ ശോഷണം അഥവാ ഓസോൺ ഡിപ്ലീഷൻ. ഇതിന് കാരണം ഓസോൺ ലെയറിലുള്ള ഓസോൺ തന്മാത്രയുടെ എണ്ണത്തിൽ കുറവ് വരുന്നത് കൊണ്ടാണ്. ഇഫക്ട്സ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ശോഷണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Depletion of the ozone layer would result in an increase in the ultraviolet radiations reaching the Earth's surface, causing direct as well as indirect effects. ഓസോൺ ലെയറിന് ശോഷണം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഓസോൺ പാളിക്ക് ദ്വാരം ഉണ്ടാവുക അല്ലെങ്കിൽ വിള്ളലുണ്ടാവുന്നത് മൂലം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങൾ നേരിട്ട് ഭൂമിയിലെത്താൻ കാരണമാകുന്നു. അതിൻ്റെ ഫലമായി ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാവും. The ozone absorbs heat from the sun, which results in increase of temperature in the stratosphere. അന്തരീക്ഷത്തിലെ താപനില കൂടാൻ കാരണമാകുന്നു. The reduction in ozone would lead to temperature changes and rainfall failures on the earth. അന്തരീക്ഷത്തിലുള്ള താപത്തിലുള്ള വ്യതിയാനം കൊണ്ട് റെയിൻഫാളിന് ഫെയിലിയേഴ്സ് ഇൻ റെയിൻഫാൾ, അതായത് മഴയൊക്കെ കുറയാൻ കാരണമാകുന്നു. 1% റിഡക്ഷൻ ഇൻ ഓസോൺ ഇൻക്രീസസ് UV റേഡിയേഷൻ റീച്ചിങ് ഓൺ എർത്ത് ബൈ 2%.
അതായത് 1% ഓസോൺ കുറവ് വരുമ്പോൾ അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഭൂമിയിലെത്തുന്നത് 2% വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, റിഡക്ഷൻ ഇൻ ഇമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ പ്രതിരോധശേഷിയെ കുറയ്ക്കുന്നു. ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ് ഓഫ് ക്യാൻസേഴ്സ് ആൻഡ് കാറ്ററാക്ട്സ്, ക്യാൻസറുകളും കാറ്ററാക്റ്റുകളും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതക വൈകല്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പാഠഭാഗങ്ങൾ ഓക്സിജൻ, അതുപോലെ ഓസോൺ ലെയർ എന്താണ്, ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ ശോഷണം എന്താണ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.